ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ? അത് വരന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ് സാർ. അവൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ്? മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല. ഇതാണ് സാർ വരന്റെ വണ്ടി. അപ്പൊ വരാത്ത വണ്ടി ഏത്? വണ്ടി രണ്ടും വന്നു സാറേ. വരന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ വണ്ടി. എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോർട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണ് ജയരാമൻ. രാവിലെ വരനെ കയറ്റുന്നതിന് മുമ്പ് 2 വണ്ടി ചെക്ക് ചെയ്യും. അതെന്തിനാ സാർ? വല്ല ബോംബുണ്ടെങ്കിൽ എന്താടാ പേടിപ്പിക്കണ? മോനെ, ഇതെന്താ? അല്ല, ഇത് 2 ബോഡിയാണല്ലോ. അപ്പൊ വരന്റെ ബോഡി ഏതാണെന്ന് തിരിച്ചറിയാനുള്ളതോ? പതുക്കെ പതുക്കെ ജയരാമ മോനെ. ദേ ചെറുക്കന് കൂട്ടരൊക്കെ എത്തിക്കഴിഞ്ഞോട്ടോ. നമസ്തേ നമസ്തേ, ഇരിക്കെ. അപ്പൊ ഞാൻ അകത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ആയിക്കോട്ടെ, ചെല്ല. എവിടെയാണ് എന്റെ മകൻ മണിയപ്പൻ? എടാ ഭാര്യയും മക്കളുള്ള അവനെ ആരാടാ വശീകരിച്ച് 2ാം കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ അപ്പ നമ്മൾ ഈ കല്യാണം നടത്തി കൊടുക്കാനല്ലേ ഇവിടെ വന്നത്? എന്റെ പൊന്നപ്പ മണിയപ്പൻ ചേട്ടൻ ഇവിടെ വേറെ പേരിലാണ് കളിക്കുന്നത്. ചുമ്മാ കള്ളി വെളിച്ചത്താക്കല്ലേട്ടാ. അത് മേടിച്ചടാ. 2 അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ മൊത്തം തല തരുവാ. നിസാര പാർട്ടിക്കാരിലെ പെണ്ണിന്റെ ആൾക്കാര് അമേരിക്കക്കാരാ. പെണ്ണിന്റെ ഒറ്റ നിർബന്ധക്കാരോട് പ്ലാസ്റ്റിയുടെ നിലയെ പോലും അവളുടെ ഒപ്പം കല്യാണത്തിന് സമ്മതിച്ചത്. ഇതൊന്നും നടന്നു കിട്ടിയ അപ്പനും മക്കൾക്കും കൂടെ അമേരിക്ക പോയി പൂന്ത് വിളയാടാപ്പ. പെണ്ണിന്റെ അപ്പനോട്ടൊരു പണി കൊടുത്താലോ? നശിപ്പിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കല്യാണം മുടക്കരുത്. താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ച് അപ്പ കാണിക്കാൻ നമ്മുടെ തനി സ്വഭാവം. അതെ. ഓ എന്റെ ദൈവമേ, എന്റെ കാലിത്തൊട്ട് അനുഗ്രഹമാകാതെ എങ്ങനെയാണ് അവൻ താലി കെട്ടാൻ വന്നിരിക്കുന്നത്? അപ്പൻ അവനെ ഒന്ന് അനുഗ്രഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേപ്പാ. ഇതിൽ ഏതായിരിക്കും പെണ്ണ്? എന്തൊരു ഐശ്വര്യ റോയി. കണ്ണു വെക്കല്ലേ അപ്പ. ചേട്ടത് പോക്കോ, ചേട്ടത് പോക്കോ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. അതെ, കെട്ടിയൊന്ന് വീട്ടിൽ കൊണ്ടുവന്നോട്ടെ, ഞാൻ കളിയാക്കി കൊല്ലും. എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത എന്റെ കുഞ്ഞിനെ കല്യാണ സദ്യ ഉണ്ടാൻ കൊണ്ടുവന്നു. നമുക്ക് അവനെ ഉടനെ കൊണ്ടുപോകണം. സദ്യ ഇട്ടിട്ട് കൊണ്ടായാ പോരെ? പോരാ, ഉടനെ കൊണ്ടുപോകണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു, പക്ഷെ കിലോയ്ക്ക് 10 രൂപ ഞങ്ങൾക്ക് കൂലി തരണം. കാര്യം കണ്ടിട്ട് ഒരു ഞഞ്ഞാ വർത്താനം പറയരുത്. 1 രൂപ കുറച്ച് തന്നാ പോരെ? ഫിക്സഡ് റേറ്റാ. മൂടി ഞാൻ പോരാ. മുതലാളി ആളെ കാണിച്ചു വന്നാൽ ചുമക്കണ ആര് ഞങ്ങള് വന്ന് ബഹളം ഉണ്ടാക്കണ്ട, ഇപ്പൊ വരാം. നിന്റെ ബഹളം ഞാൻ ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. ഭഗവാനെ, എല്ലാം മംഗളായിട്ട് കലാശിക്കണേ. കുറെ നാളെ തല്ലുകൊണ്ടിട്ട് ഇതുവരെ കല്യാണം ചെറുക്കനെ ഒരുക്കി കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈ കിടക്കുന്ന ആളിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പുറത്തു വയ്ക്കുക, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കാം. അത് പറ്റില്ല, ഇപ്പൊ തന്നെ സമയമായി. കല്യാണ ചെറുക്കനെ അവിടെ കൊണ്ട് എത്തിക്കണം, മണ്ഡപത്തിൽ. ഒരു കാര്യം ചെയ്യ വൈദ്യരെ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. വൈദ്യര് പുറത്തോട്ട് പറ്റില്ല. കൊച്ചു പോണ്ട കേട്ടോ. എന്നാ പൊയ്ക്കോ, പിന്നെ കാണാം. എന്റെ പൊന്നു പോളെ, എന്റെ മോനെ, എന്തൊരു കിടപ്പാടാ ഇത്. നിന്റെ കിടപ്പ് അപ്പന് സഹിക്കുന്നില്ലടാ. തലേ വെച്ചാൽ ഉറുമ്പരിക്കും. മിണ്ടാതിരിക്കാമോ? ഒരു പദം പറച്ചില്. ഇന്നലെ വന്ന കാര്യം നടക്കട്ടെ. അപ്പനങ്ങൾ അനുഗ്രഹിക്കും. എന്നെ അനുഗ്രഹിക്കൂ മകനെ. അപ്പൊ അനുഗ്രഹം മേടിക്കാനല്ല പറഞ്ഞ, കൊടുക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവനെടുത്ത് എന്നെ കാൽച്ചോട്ടിലോട്ട് കിടത്താം. ഈ അപ്പൻ എന്തൊരു മണ്ടന. അതിന് എളുപ്പം അപ്പന്റെ ചട്ടുകാലെടുത്ത് ഇവന്റെ കയ്യിലേക്ക് പിടിപ്പിച്ച. എന്നൊരു കാര്യം ചെയ്, എന്നെ എടുത്തോ, എന്നെ എടുത്തോ. എന്റെ അമ്മ അപ്പം പന പോലെ വീണു. മതി മതി മതി. ഇന്നപ്പ അനുഗ്രഹിക്ക് മകനെ. മരിക്കുന്നത് വരെ ഇതുപോലെ സുഖമായിട്ട് കിടക്കട്ടെ. ഇനി അപ്പനെ പൊക്കിക്കോടാ മക്കളെ. പിടിച്ചോ. എടാ, എന്റെ പൊന്നും കുടത്തിന്റെ തല എവിടെയാടാ മോനെ? മിണ്ടാതെ കിടക്കണേ ശവമേ. നല്ല മേക്കപ്പ്. എടാ, ഗട്ടിമേളം തുടങ്ങി. ചെറുക്കലെ പൊക്കടാ. എടാ, അവിടെ ഊത്തു തുടങ്ങി. വേഗം വാടാ. അയ്യോ, നിർത്ത് നിർത്ത്. മാല എവിടെ?
യോ ആള് മാറിപ്പോയി. നമ്മുടെ മുമ്പേ മാലയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്നു. ഇതിനെ കളഞ്ഞിട്ട് അവനെ എടുത്തുകൊണ്ട് കല്യാണ മണ്ഡപത്തിലോട്ട് വാ. അയ്യോ എന്റെ പൊന്നു മോനെ, നിനക്ക് തന്നെ പറ്റതാടാ. അയ്യോ എന്തൊരു നീളം. എന്റെ മോൻ ഇത്ര നീളമില്ല. അതായിരിക്കും എന്നെ വീണ്ടും ആ ചാണാക്കുഴി കൊണ്ടുപോയതിന് വയറുകടിയാണെന്ന് കാണാൻ വേണ്ടത് ഇഷ്ടപ്പെട്ടു. അയ്യോ നിന്നോട് ആരാണ് അയച്ചത്? അതെ മുതലാളി, കൂടെ കരുതെന്ന് വിചാരിച്ച് ചുമട്ട് കൂലിന് 10 പൈസ കുറയ്ക്കൂല. കരിയുടെ വെയിറ്റ്. അങ്ങനെ മണിയപ്പൻ പാലക്കാട്ടേക്ക് പോയി രക്ഷപ്പെട്ടു. ഈ ഡെഡ് ബോഡി അവിടെ കൊണ്ടുവന്നു. സാറേ ഇത് ജീവനുള്ള ഡെഡ് ബോഡിയാ. ഞങ്ങൾ വരന്റെ ബന്ധുക്കളാ. വരന് വധഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാറ്റി അയ്യോ പട്ടാപ്പകൽ പോലീസ് വലയം ഭേദിക്കുന്ന ഈ ആളെ തട്ടിക്കൊണ്ടു പോയാനല്ലേ സാറേ, ഇതെന്റെ മകൻ ഉൽപ്ലാഷനാ. ഏത് പലാക്ഷനായാലും ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. കുട്ടായി തനിക്കെന്താണ് ചെവി കേട്ടൂടെ? കേക്കാലോ സാർ. പിന്നെ ആൻസർ ചെയ്തല്ല. പറഞ്ഞില്ലേ? 2 ബാൻഡേജുകളെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ 1 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ വന്നത് 2 ലഗേജ് മുണ്ടഴിച്ച. അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും. അതെ. പക്ഷെ ഇവിടെ ഇപ്പോൾ 3 ലഗേജ് ഉണ്ട്. അതിലൊന്ന് വ്യാജനാണ്. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞോളൂ. അഴിക്കൂ. എന്തഴിക്കാൻ? 3 പേരുടെയും ബാൻഡേജ് അഴിക്കൂ. സാധ്യമല്ല. കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? നിങ്ങൾ പറയണം. അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോളൂ, എനിക്ക് വേണ്ട. ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്കിൽ എനിക്ക് പോലീസ് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ആയിക്കോട്ടെ. കുട്ടായി എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞ. ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനിവിടുത്തെ ഡോക്ടറാണ്. ഞാനിവിടുത്തെ സർക്കിളാണ്. കുട്ടായി അല്ലെങ്കിൽ 3 ശവങ്ങള്. ഫോളോ മീ. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം. മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ, ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതടാ. തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ചുറ്റിക്കും. എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാല. പിന്നെ സാറിന്റെ ലാത്തി കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത്. പതുക്കെ പതുക്കെ വെച്ചോ വെച്ചോ. സാറേ, ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ. ഇനി എല്ലാരും അകത്തേക്ക് പോരെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൂക്കിപ്പൊടി. ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന 4 പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ്. ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ. ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും. ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഭഗവാനെ, തുമ്മി പണ്ടാരടക്കേക്കണേ. മൂക്കുപൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്കുക, നല്ല എഫക്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ. ഇവിടെ കുറച്ച് കൂടുതൽ മൂക്കിപ്പൊടി പറഞ്ഞു. കണ്ണു പൊത്തിക്കാം. തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാടാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാ മണ്ഡപത്തിലേക്ക്. ആ അടുക്കള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോട്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. എടാ മണിയപ്പ, എന്നെ ഞാനങ്ങനെ വിടില്ല.
കറക്കം നിർത്ത അയ്യോ കൂട്ടുകാരെ എപ്പോ കുട്ടണത്തില് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ നേരത്തെ വന്നതാ. ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാല. ഏലക്കാട് രുചി കൂടിപ്പോയി. മധുരമുണ്ട്. ചേട്ടാ ഒരു കഷ്ണം സോപ്പ് എടുത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ എവിടെ കുളിക്കും. എത്രയും പെട്ടെന്ന് മണ്ഡപത്തി എത്തണം. ഈ വണ്ടി തന്നെ കയറാം. നല്ല ചൂട് പായസം കുട്ടപ്പ നമ്മുടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെച്ച് ചെയ്ത് കിടക്കണം. ചേട്ടാ കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോകാനായിട്ട് വേണം. എന്റെ ചെരുപ്പം ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കഥ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോകണോ? ഏതാണോ വഴി? സാമ്പാറ് കലത്തിന്റെ അടപ്പാടാ. നീ അവിടെ കിടന്ന് ചാവ് മണിയപ്പ. എടാ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി താലി വെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ച് പതുക്കെ. അവിടെ വെക്ക. ഇവൻ നാട് വിട്ട് വന്നിട്ട് തന്നെ ഇരുമ്പാണോ തിന്ന്? എന്ത് കനവാ? എടാ അതിരിക്കട്ടെ, നമ്മുടെ അപ്പനെവിടെ? അതാ പണ്ടാരിക്കിട്ട് പണി കൊടുക്കാൻ പോയിട്ടുണ്ട്. ആണാ? ഞാനോ അച്ഛൻ ഇനി എത്തിയിട്ടില്ല. അച്ഛൻ വന്നില്ലേ? ഞാൻ പോവാ ഇവിടുന്ന്. അച്ഛൻ ഭാര്യയും കുട്ടികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയാ. അച്ഛാ, അച്ഛാ, ക്ഷമിച്ചനുഗ്രഹിക്കണോ അച്ഛാ? മോളെ, ഈശ്വരൻ നമ്പൂരി. അനുഗ്രഹം വേണ്ടത് എന്റെ അല്ല, അവിടുത്തെയാ. എത്ര കാലം ചെറുകിരടിയിൽ ഒളിപ്പിച്ചു വെക്ക. ഒടുവില് മോള് സ്വന്തം ചോരെ തിരിച്ചറിഞ്ഞല്ലേ? പ്രകൃതി നിയമാത്. അതെ ശാലു, കുറച്ചു കാലത്തേക്ക് വെറുതെയെങ്കിലും നീ ഈ മനുഷ്യനെ അച്ഛാന്ന് വിളിച്ചില്ലേ? വെറുതെയോ? എന്താ കൃഷ്ണ ഇത്? ഒരുപാട് പറയാനുണ്ട് സാർ. എന്ത്? സന്തോഷായി, എനിക്ക് സന്തോഷായി. ഉപേക്ഷിക്കാല്ല മോളെ, ഏൽപ്പിക്കുകയാണ് സുരക്ഷിതമായ കൈകളിൽ. എന്റെ ചുമതല കഴിഞ്ഞു കൂട്ടി. ഇനി നിന്നിൽ എനിക്ക് അവകാശമില്ല. നിന്റെ അച്ഛനാണ് ഇനി. അറിയാവുന്ന ഒരു അച്ഛനെ എനിക്കുള്ളൂ. എന്നെ ആദ്യമായി കൈപിടിച്ച് നടത്തിയ, പഠിക്കുന്ന കാലത്ത് ഉറക്കമൊഴിച്ച് കാവലിരുന്ന, അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ സ്നേഹം വാത്സല്യം വാരിക്കോരി തന്ന എന്റെ സ്വന്തം അച്ഛൻ. പോവാ.